Question number 15. Which of the following points lies in 6th octant? ആറാമത്തെ ഒക്ടന്റിൽ വരുന്ന പോയിന്റ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒക്ടന്റുകളെ നമ്പർ ചെയ്യുന്നതിനായി നമുക്കറിയാം 4 ക്വാഡ്രൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ക്വാഡ്രന്റ് എക്സ് വൈ ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് എക്സ് ഡാഷ് വൈ ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റ് എക്സ് ഡാഷ് വൈ ഡാഷ് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റ് എക്സ് വൈ ഡാഷ് ക്വാഡ്രന്റ് ആണ്. നമ്മൾ ഈ 4 ക്വാഡ്രന്റുകളെ ആദ്യമേ എഴുതുന്നു. അതായത് എക്സ് വൈ, എക്സ് ഡാഷ് വൈ, അടുത്തതായിട്ട് എക്സ് ഡാഷ് വൈ ഡാഷ്, അടുത്തതായിട്ട് എക്സ് വൈ ഡാഷ്. 1 2 3 4. ഇതിൻ്റെ എല്ലാം നാലാമത്തെ ആക്സിസ് ആയിട്ട് നമ്മൾ പോസിറ്റീവ് ഇസഡ് ആക്സിസ് ചേർക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഈ 4 ക്വാഡ്രന്റുകളെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നു. എക്സ് വൈ, എക്സ് ഡാഷ് വൈ, എക്സ് ഡാഷ് വൈ ഡാഷ്, എക്സ് വൈ ഡാഷ്. ഇതിനെ നമ്മൾ 5 6 7 8 എന്ന നമ്പർ കൊടുക്കുന്നു. ഇതിൻ്റെ എല്ലാം മൂന്നാമത്തെ ആക്സിസ് ആയിട്ട് നമ്മൾ ഇസഡ് ഡാഷ് ചേർക്കുന്നു. അതായത് നെഗറ്റീവ് ഇസഡ് ആക്സിസ് നമ്മൾ ചേർക്കുന്നു. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ 6th ഒക്ടന്റിലെ പോയിന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6th ഒക്ടന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ എക്സും ഇസഡും നെഗറ്റീവ്, വൈ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ എക്സും ഇസഡും നെഗറ്റീവ്, വൈ പോസിറ്റീവ് ആയിട്ട് കാണുന്ന പോയിന്റ് ബി ആണ് ഓപ്ഷൻ. അതായത് പോയിന്റ് -3 1 -2 ആണ് നമ്മുടെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ഷോ ദാറ്റ് ദ പോയിന്റ്സ് -2 3 5 1 2 3 ആൻഡ് 7 0 -1 ആർ കോളീനിയർ. നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 3 പോയിന്റ്സും ഒരു ലൈനിലെ പോയിന്റ്സ് ആണ്, ഒറ്റ ലൈനിൽ വരുന്ന പോയിന്റ്സ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ പോയിന്റ്സിനെ എ ബി സി എന്ന് പേര് കൊടുക്കുന്നു. എ എന്ന് പറഞ്ഞ പോയിന്റ് -2 3 5, ബി എന്ന് പറയുന്ന പോയിന്റ് 1 2 3, സി എന്ന് പറയുന്ന പോയിന്റ് 7 0 -1. അതിനുശേഷം നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല കൊടുത്തുകൊണ്ട് എ ബി ബി സി അതുപോലെ തന്നെ എ സി കണ്ടുപിടിക്കുന്നു. ഡിസ്റ്റൻസ് ഫോർമുല നമുക്കറിയാം, ഡി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x2 - x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദ ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ദ ഹോൾ സ്ക്വയർ. ഇതാണ് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുന്നതിനുള്ള ഫോർമുല. അപ്പം അങ്ങനെയെങ്കിൽ എ ബി എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് കാണുന്നതിന് വേണ്ടിയിട്ട് എ എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ x1 y1 z1 എന്നും ബി എന്ന് പറഞ്ഞ പോയിന്റിനെ x2 y2 z2 എന്നും അസ്യൂം ചെയ്യുന്നു. അപ്പം അങ്ങനെയെങ്കിൽ x2 - x1 അതായത് 1 - -2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 2 - 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 അതായത് 3 - 5 ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. അതായത് റൂട്ട് ഓഫ് 1 - -2 1 + 2 3 സ്ക്വയർ പ്ലസ് 2 - 3 -1 സ്ക്വയർ പ്ലസ് 3 - 5 -2 സ്ക്വയർ. അതായത് റൂട്ട് ഓഫ് 9 + 1 + 4 അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 14 എന്ന് നമുക്കിവിടെ എ ബി കിട്ടുന്നു. അടുത്തതായിട്ട് കാണേണ്ടത് ബി സി. ബി സി കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബി എന്ന് പറഞ്ഞ പോയിന്റിനെ x1 y1 z1 എന്നും സി എന്ന് പറഞ്ഞ പോയിന്റിനെ x2 y2 z2 എന്നും എടുക്കുന്നു. അപ്പം അങ്ങനെയെങ്കിൽ x2 - x1 അതായത് 7 - 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 അതായത് 0 - 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ദ ഹോൾ സ്ക്വയർ അതായത് -1 - 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 7 - 1 6 സ്ക്വയർ പ്ലസ് 0 - 2 -2 സ്ക്വയർ പ്ലസ് -1 - 3 -4 സ്ക്വയർ equal to root of 6 square 36 plus -2 square 4 plus -4 square 16 equal to root of 40 plus 16 root of 56 എന്ന് വരുന്നു. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ എ സി കണ്ടുപിടിക്കുന്നു. എ സി കാണുന്നതിന് വേണ്ടിയിട്ട് എ എന്ന് പറഞ്ഞ പോയിന്റിന് നമ്മൾ x1 y1 z1 എന്നും സി എന്ന് പറയുന്ന പോയിന്റിന് x2 y2 z2 എന്നും എടുക്കുന്നു. അതായത് x2 - x1 7 - -2 the whole square plus y2 - y1 0 - 3 the whole square plus z2 - z1 -1 - 5 the whole square എന്ന് വരുന്നു. അതായത് റൂട്ട് ഓഫ് 7 - -2 7 + 2 9 സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ പ്ലസ് -1 - 5 -6 സ്ക്വയർ. അതായത് റൂട്ട് ഓഫ് 9 സ്ക്വയർ
81 പ്ലസ് -3 സ്ക്വയർ 9 പ്ലസ് -6 സ്ക്വയർ 36, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 126 എന്ന് വരുന്നു. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എ ബി പ്ലസ് ബി സി എന്ന് പറയുന്നത് എ സി ആണെന്നാണ്. അതായത് ഇവിടെ എ ബി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 14 ആണ്, പ്ലസ് ബി സി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 56 ആണ്. അങ്ങനെയെങ്കിൽ ഇതിന് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 14 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 56ന് നമുക്ക് 4 ഇൻറ്റു 14 എന്ന് എഴുതാം. അതായത് 56ന് 4 ഇൻറ്റു 14 എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 14 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു 14, സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് 2 ആണ്, അതായത് 2 ഇൻറ്റു റൂട്ട് 14 എന്ന് വരും, അതായത് 3 റൂട്ട് 14 എന്ന് വരും. ഈ 3 റൂട്ട് 14 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 126 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം 126നെ നമ്മൾ 9 ഇൻറ്റു 14 എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 9 ആണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം എ ബി പ്ലസ് ബി സി എന്ന് പറയുന്നത് എ സി ആണെന്ന്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 14ന്റെ വാല്യൂവും സ്ക്വയർ റൂട്ട് ഓഫ് 56ന്റെ വാല്യൂവും കാൽക്കുലേറ്ററിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 126ന്റെ വാല്യൂ ആണ് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ നമുക്കിത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി എന്ന് വരുന്നത് കൊണ്ട് നമ്മൾ പറയുന്നു therefore the points A, B, C are collinear.